വിജയെക്കുറിച്ചാണ്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിനൊക്കെ ശേഷം അദ്ദേഹം സിനിമയിലൊക്കെ സജീവമായി അഭിനയിക്കുന്ന തിരക്കുകളിലൊക്കെയാണ്. പക്ഷേ ഇടയ്ക്ക് പൊതുചടങ്ങുകളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്, പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസമുള്ള നേതാക്കളുടെ അഭാവമുണ്ട്, അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള നേതാക്കൾ കടന്നു വരണം. അത് എല്ലാ രംഗത്തും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും അത്തരം ആളുകൾ, വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എല്ലാ രംഗത്തും മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു കാര്യം വിജയ് പറയുകയുണ്ടായി. അപ്പോൾ ഈ വിജയുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ഐക്കണുകൾ എന്ന് പറയുന്നത് ഒന്ന് പെരിയാർ, അംബേദ്കർ, APJ അബ്ദുൽ കലാം, കാമരാജ്, ഇത്തരം ആളുകളൊക്കെയാണ് വിജയ് ഐക്കണായി കാണുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വിജയ് പറഞ്ഞ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം പൊളിറ്റിക്കലാണ്? അല്ല, വിജയ് തമിഴ്നാടിൻ്റെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുണ്ട്, BJPയുമായിട്ടുള്ള പോരാട്ടത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വിജയ്ക്ക് അറിയാം. തമിഴ്നാട്ടിൽ നിൽക്കുന്നതിനും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പരിസരത്ത് ഏത് തരത്തിലുള്ള സ്റ്റാൻഡ് എടുത്താലാണ് നിൽക്കാൻ കഴിയുക എന്നതാണ് അയാൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയ്ക്ക് എന്തുമാത്രം ആ നിലയ്ക്കുള്ള സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയും? കാരണം വിജയ് മുന്നോട്ട് വെക്കുന്ന പെരിയോറിനെ തന്നെയാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ ഡോമിനേറ്റിംഗ് പാർട്ടിയായ DMK മുന്നോട്ട് വെക്കുന്നത്. എന്നും മാത്രമല്ല, എന്താ പറയുന്നത്, പെരിയോറിൻ്റെ വലിയ പാരമ്പര്യത്തെ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവർ. കാരണം BJP ആയിട്ടുള്ള ഫൈറ്റിൽ അവരുടെ ദ്രാവിഡ സംസ്കാരത്തെയും ദ്രവീഡിയൻ പൊളിറ്റിക്സിനെയും അവർ കൂടുതൽ മുന്നോട്ടെടുത്ത് വെക്കുകയും ഞങ്ങളൊരു ദ്രവീഡിയൻ പൊളിറ്റിക്സാണ് ഞങ്ങളുടെ മന്ത്രിസഭാ നയത്തിലുള്ളത് എന്ന് വരെ സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെ ഒരു നയമൊന്നുമില്ല, അതൊക്കെ ചുമ കള്ളത്തരാണെന്നാണ് അവിടുത്തെ ഗവർണർ പറഞ്ഞത്. അങ്ങനെ ഒരു ദ്രവീഡിയൻ ഭരണശൈലി എന്നൊരു സാധനമില്ല, അതുമാതിരി വെറുതെ കൊണ്ടുവരുന്നതാണെന്ന് ആ തർക്കം ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് വിജയ് പറയാൻ ശ്രമിക്കുന്നതിന് മാക്സിമത്തിൽ DMK പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സംഗതിയോ പൊളിറ്റിക്കൽ ഐക്കൺസിനെയോ ഒക്കെ വിജയ് മുന്നോട്ട് വെക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള നായകന്മാരിൽ ഒരാളാണ് വിജയ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സ്റ്റാർ, ഒരുപക്ഷെ രജനീകാന്തിനേക്കാളും കൂടുതൽ വിൽപ്പന മൂല്യമുള്ള, രജനീകാന്തിന് മേലെ എന്താ പറയുന്നത്, സ്റ്റാർ വാല്യൂവും അക്സെപ്റ്റൻസും ഉള്ള, അത്രയും ആത്മാർത്ഥമുള്ള രസികർ മണ്ഡലമൊക്കെ ഉള്ള ആളാണ് ഇദ്ദേഹം. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ശോഭിക്കാൻ കഴിയും? ആളുകൾ അദ്ദേഹത്തിലെ സിനിമക്കാരനെയാണോ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിലെ വ്യക്തിയാണോ, അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെയാണോ ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിലെ സിനിമക്കാരനെയാണ്, അദ്ദേഹത്തിലെ ഒരു മനുഷ്യനെയാണ്. അതിനപ്പുറം രാഷ്ട്രീയത്തിൽ തമിഴ്നാട് എന്തുമാത്രം, തമിഴ്നാടിന് അങ്ങനെ ഒരു രക്ഷകനെ നീഡഡ്, ബാഡ്ലി നീഡഡ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു അത്യാവശ്യത്തിൽ നിൽക്കുക അല്ല തമിഴ്നാടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, സമ്പൂർണ്ണമായ വിജയം DMK നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് വിജയ് ഈ രാഷ്ട്രീയമൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ തലൈവർ എന്ന് വിളിക്കപ്പെട്ട രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പലകുറി ശ്രമിച്ചു. ഒരു തവണ അദ്ദേഹത്തിൻ്റെ വക്കിൽ വന്നു, പിൻവാങ്ങിക്കളഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ രജനീകാന്തിനെ പോലെ ആണോ വിജയ്? ഇപ്പോൾ രജനീകാന്ത് അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളൊന്നും പ്രതികരിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. രജനീകാന്തിന്റെ സ്വീകാര്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സാമൂഹ്യ വിഷയങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, എന്താണ് ഇദ്ദേഹത്തിന്റെ USP എന്താണ്, സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ സ്വീകാര്യതയാണ്, അല്ലാതെ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിച്ചത് കൊണ്ട് കിട്ടിയ അംഗീകാരമല്ല. അപ്പോൾ ആ നോക്കുകയാണെങ്കിൽ, സിനിമ കരിയർ നോക്കുകയാണെങ്കിൽ രജനീകാന്തിനുണ്ട്, ഇദ്ദേഹത്തെക്കാളും വലുത് ഉണ്ടെന്ന് പറയാം. പക്ഷേ അവസാനം അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് ഇറങ്ങിയാൽ പണിയാവുന്നതാണ്. അത്രയും തന്നെ ഏതാണ്ട് സ്വീകാര്യത ഉണ്ടായിരുന്ന ആളാണ് കമൽഹാസൻ. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി ഇറങ്ങി, അദ്ദേഹത്തിന് ഒരു നിലയ്ക്കുള്ള ചലനവും സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം സിനിമയിൽ നിന്ന് കുറച്ച് ചലനം ഉണ്ടാക്കാൻ പറ്റിയത് ആർക്കാണ്? വിജയകാന്തിനാണ്. അദ്ദേഹത്തിന് പോലും തമിഴ്നാട്ടിൽ ആകമാനം ഒരു തരംഗമാകാനൊന്നും ക്യാപ്റ്റൻ്റെ പാർട്ടിക്ക് പറ്റിയില്ല. അതുതന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻവാങ്ങുന്നതോടെ പാർട്ടിയും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല സിനിമക്കാരോടുള്ള അന്ധമായ താരാരാധന കൊണ്ട് രാഷ്ട്രീയത്തിൽ അവരെ ഏറ്റെടുക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് സത്യത്തിൽ തമിഴർ മുന്നോട്ട് പോയെന്നാണ്. തമിഴ് രാഷ്ട്രീയവും തമിഴ് മനുഷ്യരും തമിഴ് പൊളിറ്റിക്സും എല്ലാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. DMK അതുപോലെ ഒരു പഴയ ദ്രവീഡിയൻ കക്ഷിയല്ല ഇപ്പോൾ തലൈവർ, അവരുടെ ഉത്തരവുകൾ നടപ്പാക്കുന്ന തോഴർ വൃന്ദം, അങ്ങനെയൊന്നുമല്ല. DMK ഭയങ്കരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും പുതിയ രാഷ്ട്രീയം പറയുകയും നിരന്തരമായി മാറ്റങ്ങൾ വരുത്തുകയും പുതിയ നയങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അത് അടുത്തായി കൊണ്ടുവരാൻ പോകുന്ന ഉദയനിധിയാണ്. ഉദയനിധിയുടെ സിനിമ അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കൂ, എന്നിട്ട് തമിഴ്നാട് മുഴുവൻ സന്ദർശിക്കൂ, അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, ആളുകളുടെ കുടിലുകളിൽ കയറി ചെല്ലൂ, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കൂ. ഇതൊക്കെയാണ് സ്റ്റാലിൻ കൊടുത്ത നിർദ്ദേശം. അദ്ദേഹം സ്പോർട്സ് യുവജനകാര്യ വകുപ്പ് മന്ത്രിയാവുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ ആകമാനം യാത്ര നടത്തുകയും വലിയ സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷമാണ് മന്ത്രിയായി വരുന്നത്.
കേവലമായിട്ടുള്ള ഒരു നെപ്പോട്ടിക് കിഡല്ല അദ്ദേഹം. അദ്ദേഹം പറയുന്നത് എന്താണ്? കൃത്യമായ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും അവസാനം പറഞ്ഞ BJP എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ച എന്താ പറയുന്നത് സനാതന ധർമ്മം പോലും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ അപ്ഡേറ്റഡ് ആണ് എന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അൺപോപ്പുലറായ ആളുകൾക്ക് മടുത്ത ഒരു DMK അല്ല അപ്പുറത്തുള്ളത്. DMK നിരന്തരമായി മാറുകയും സ്റ്റാലിൻ അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡറുമാണ്. ഇനി അപ്പുറത്ത് രാഷ്ട്രീയേതരനായ ഒരാൾ വന്ന് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടാക്കിയല്ലോ, അതുപോലൊരു സാധ്യതയാണ് സത്യത്തിൽ അണ്ണാമലയെ കൊണ്ടുവന്നുകൊണ്ട് ഈ തമിഴിസൈ സൗന്ദരരാജനെ മാറ്റി അണ്ണാമലയെ കൊണ്ടുവന്ന് നമുക്ക് അണ്ണാമലയെ പോലെ സിവിൽ സർവീസ് ഓഫീസർ വന്നാൽ ആളുകൾ അയാളിൽ വിശ്വസിക്കും. ഭയങ്കരമായ ക്യാമ്പയിൻ ആയിരുന്നല്ലോ. എന്തുമാത്രം പണം ഒഴുക്കി എന്തുമാത്രം വലിയ ക്യാമ്പയിൻ നടത്തി അണ്ണാമലയെ സംവിധാനയുടെ രക്ഷകനാണെന്നുള്ള ക്യാമ്പയിൻ നടത്തിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായി? വോട്ട് ശതമാനം കൂടിയെന്ന് പറയുന്നു. വോട്ട് ശതമാനം കൂടിയത് എങ്ങനെയാണ്? പണ്ട് ADMK ആയിട്ടുള്ള സഖ്യത്തിൽ കുറച്ച് സീറ്റിൽ മത്സരിച്ച് കിട്ടിയ ശതമാനം എല്ലാ സീറ്റിലും മത്സരിക്കും സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുമല്ലോ. അതിനപ്പുറത്തേക്ക് കാര്യമായ നേട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ ഈ തമിഴ് രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ള ഒരു നാടിനെ രക്ഷിച്ചു കളയുന്ന ഒരു ഐക്കണെ കൊണ്ടുവന്ന് വെച്ചിട്ടും കഴിഞ്ഞില്ല. അപ്പോൾ ആളുകൾ കൂടുതൽ പൊളിറ്റിക്കലാവുകയാണ്. രാഷ്ട്രീയം ആളുകൾക്കറിയാം. തമിഴ്നാട് ഇപ്പം നേരിടുന്ന ഒരു കൾച്ചറൽ ത്രെട്ട് എന്താണ്, അപ്പം പൊളിറ്റിക്കൽ ത്രെട്ട് എന്താണ്, ഫിനാൻഷ്യൽ ത്രെട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേന് ആളുകൾ നിരന്തരമായി DMK എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിപാടികൾ, എക്സസൈസുകൾ അവരവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിജയ്ക്ക് ഒട്ടും സിമ്പിളായിരിക്കില്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നാൽ. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടികളും സ്വീകാര്യതകളും പൂർണ്ണമായും രാഷ്ട്രീയമായ വിജയമായി കൺവേർട്ട് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കാൻ നിലവിൽ നിവൃത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇപ്പോൾ DMK ആണെങ്കിലും ADMK ആണെങ്കിലും BJP ആണെങ്കിലും കണ്ണിൽ കരടായിട്ടുള്ള ഒരാൾ തന്നെയാണ് വിജയ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 26 തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ നോക്കൂ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വിജയ്, ഇപ്പോൾ വിജയുടെ ജനറേഷൻ വരുമ്പോഴേക്കും അവരായിരിക്കും ഇപ്പോൾ MGR കലൈഞ്ചറൊക്കെ പോലെ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടക്കാൻ രാഷ്ട്രീയത്തിൽ സജീവമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും തമിഴ്നാട്ടിലൊരു പ്രതിപക്ഷത്തേക്ക് വരാൻ വിജയ്ക്കുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയാൻ സാധ്യതയുണ്ടോ? അല്ല, അതിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞ മാതിരി വിജയ് ആരോടാണ് വിജയ് ഏറ്റുമുട്ടുന്നൊരു പ്രശ്നമുണ്ട്. എവിടെയാണ് ഒരു ഗ്യാപ്പ് വേണമല്ലോ, എവിടെയാണ് ഗ്യാപ്പ് എന്നുള്ളത്. അതിലേക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിലൊരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പണിയെടുക്കുന്നത് എന്ന ചോദ്യം വരും. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, വിജയുടെ രാഷ്ട്രീയ ദർശനം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്താണെന്ന് വളരെ കൃത്യമാണ്. കാരണം ഈ പറയുന്ന ആൻറ്റി ഹിന്ദുത്വ അല്ലെങ്കിൽ ദ്രവീഡിയൻ, ഈ തമിഴ് നാഷണലിസം, വിജയുടെ സിനിമയുടെ ഒരു സെൻട്രൽ തീമായിട്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന സാധനം തമിഴ് നാഷണലിസം, തമിഴ് പ്രൈഡും അതിനകത്ത് അതിശക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും BJP ആയിട്ട് അദ്ദേഹത്തിന് ഒത്തുപോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല, BJPക്കാർ സംഘ് പരിവാർ പ്രൊഫൈലുകൾ വിജയ് എന്ന് പോലും പറയാറില്ല, ജോസഫ് വിജയ് എന്നേ പറയാറുള്ളൂ. ജോസഫ് വിജയ് എന്നേ അവർ പറയുള്ളൂ. അപ്പോൾ ആ നിലക്ക് അയാളുടെ റിലീജിയനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്താണ് വിജയ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ADMK അവിടെ നിൽക്കുകയാണ്. ADMK ഇനി അധികകാലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ നിലക്ക് അധികം പോകില്ല എന്ന് വിചാരിക്കുന്ന ADMKക്കാർ ഇഷ്ടം പോലെയുണ്ട്. കാരണം അവർ ഈ ഒറ്റയ്ക്ക് മത്സരിച്ചു, അതിഭയങ്കരമായ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്, പാർട്ടിക്കകത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ADMKയും DMKയും നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ADMKയും DMKയും പൊളിറ്റിക്കൽ ഐഡിയോളജി സെയിമാണ്. തമിഴ് നാഷണലിസം, ദ്രവീഡിയൻ കൾച്ചർ, ഈ തമിഴ് പ്രൈഡ്, ബ്രാഹ്മണ വിരുദ്ധത, ഹിന്ദി വിരുദ്ധത, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുണ്ടല്ലോ. അത് രണ്ടും ഒന്ന് തന്നെയല്ലേ. അവന് അവർ വ്യത്യസ്തമാവുന്ന എവിടെയാണ്? DMK ഒരു കാഡർ പാർട്ടിയാണ്. DMK വളരെ നേരത്തെ നിഷാദ് പറഞ്ഞ കാര്യം, അവരവരുടെ കാഡർ സ്വഭാവം അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ADMK അങ്ങനെയല്ല. ADMK എപ്പോഴും ഒരു ഐക്കോൺ, ഒരു ലീഡർ, അതിന് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടം എന്നുള്ള നിലക്കാണ് അവരുടെ ഒരു സംഘാടനം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ അവർക്കില്ല. ജയലളിത പോയതോടുകൂടി അത് പോയി കഴിഞ്ഞു. അപ്പോൾ അവരുടെ റാങ്ക് ആൻഡ് ഫയൽ ഉണ്ടല്ലോ, ADMKയുടെ റാങ്ക് ആൻഡ് ഫയൽ അവരെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വിജയ് വിചാരിക്കുന്നുണ്ടാവും. രണ്ടാമത് DMKക്കകത്ത് DMK ഇപ്പം ഫുൾ A+ വിജയം നേടി ഒക്കെ ശരിയാണെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ട് നിഷാദ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇപ്പോൾ ഈ തവണ MP മാരായിട്ട് വന്നുള്ള ആളുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾ നേതാക്കന്മാരുടെ മക്കളാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ നേതാക്കന്മാരുടെ മക്കളാണ് MP മാരായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ഹെയർ നെക്സ്റ്റായിട്ട് നിൽക്കുന്നത് അദ്ദേഹം മകൻ, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി. അപ്പോൾ അതിനോട് ഡിസ്ഗ്രണ്ടിൽഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ DMKക്കകത്തുണ്ട്. അവരെയും പിടിക്കാൻ പറ്റും എന്ന് വിജയ് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട്
ഈ പറയുന്ന എന്താണ് ഏഴകളുടെ തോഴൻ അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് സേവിയർ ഇമേജാണല്ലോ ഈ ഫിലിമുകൾ, എല്ലാ ഫിലിമുകളിലും വിജയ് ഉണ്ടാക്കിയ ഇമേജ് എന്താണ്? ഈ ഗ്രേറ്റ് സേവിയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഗ്രേറ്റ് സേവിയറായിട്ട് വന്ന് മുമ്പ് MGR കളിച്ചതുപോലെയുള്ള ഒരു കളി കളിച്ചാൽ നടക്കും എന്ന് വിജയ് വിചാരിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് അത്രത്തോളം നടക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ MGRനും ജയലളിതയ്ക്കും ശേഷം ആ നിലക്കുള്ള ഒരു സംഗതി തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത് കാലവും മാറിയല്ലോ. പഴയതുപോലെ കമൽഹാസന് സാധിച്ചില്ല. കമൽഹാസൻ എന്താ സംഭവിച്ചത്? മക്കൾ നീതി മയ്യം അവസാനം അത് ഒരു നെഗോഷിയേറ്റഡ് പൊളിറ്റിക്സായി മാറി. എന്താണ് അവരെ ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷനിൽ അവരുടെ DMK അലയൻസുള്ള നെഗോഷിയേഷൻ എന്നാണ്, ഞങ്ങൾ മത്സരിക്കുന്നില്ല, പകരം അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് വേണം, അവിടേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു വിജയ് ഒരു പക്ഷേ ഒരു നല്ല നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഒടുവിൽ മക്കൾ നീതിമയ്യൊക്കെ എത്തിപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെ എത്തുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ വോക്കലായ ഒരാളല്ല, ഭയങ്കര ഷൈനസ് ആണ് അയാൾക്കുള്ളത്. തമിഴ് രാഷ്ട്രീയം ഭയങ്കര ലൗഡാണല്ലോ, ശരിക്കും ഉറക്ക രാഷ്ട്രീയം പറയുന്ന ആളുകളെ കയ്യിലെടുക്കുന്ന. സിനിമയിലൊക്കെ പറ്റും. അദ്ദേഹം എങ്ങനെ, എനിക്ക് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും തമിഴ് രാഷ്ട്രീയം. പക്ഷേ നമുക്ക് ഈ സിനിമയും തമിഴ്നാട് രാഷ്ട്രീയം തമ്മിൽ വേർതിരിച്ച് കാണാനും പറ്റില്ല. അങ്ങനെയാണല്ലോ ചരിത്രം നമ്മൾ കണ്ടത്. അതുതന്നെയാണ്. അപ്പോൾ വിജയുടെ താരപ്രഭ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ ഇനിയും കാത്തിരിക്കണം. 2026 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.